സേനാ വിഭാഗം ഡോക്ടർ ലുലു മാത്യൂസ് പാലിയേറ്റീവ് പരിശീലകയാണ്. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. പിന്നീടാണ് പാലിയേറ്റീവ് ട്രെയിനിങ് എടുത്ത് കോഴിക്കോട് നിന്നാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിൽ നിന്നാണോ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് അവിടെ നിന്നാണോ? ഞാൻ പറഞ്ഞു പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പേട്രനാണ് ഞാൻ. ഇപ്പം എൻ്റെ സ്റ്റുഡൻ്റാണ്. ഞാനവിടെ വന്നത് പാലിയേറ്റീവ് കെയർ അവിടെ വന്നതാണ്. ആ സമയത്ത് സൊസൈറ്റിയിൽ വന്ന അവിടെ കോഴിക്കോട് വന്നതാണ്. ആ പാലിയേറ്റീവ് എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതി കേരളത്തിലൊന്നും അത്ര പരിചയമില്ല. അത് കൊണ്ടുവരികയും ഒരുപാട് പേർക്ക് പരിശീലിപ്പിക്കുകയും അതൊരു ആധുനിക ചികിത്സാ മാർഗമാണ്. ചികിത്സയല്ല, അത് സാന്ത്വന ചികിത്സയാണ്. അതിന് മരുന്നങ്ങനെയോ കാര്യമായിട്ടില്ല. അല്ല മോർഫിൻ അങ്ങനെ വേദനാസംഹാരികൾ മാത്രമേ ഉള്ളൂ. ചികിത്സ എന്ന് പറയുന്നത് സാന്ത്വനം. ഡോക്ടർമാർ പറയുന്ന പോലെ തന്നെയല്ല, ചികിത്സയും സാന്ത്വനവും വേണം. നമ്മളവരെ ആശ്വസിപ്പിക്കണം. വേദനയുള്ള ആൾക്കാരോട് പറയണം ഇതൊന്നും കുഴപ്പമില്ല, ഇപ്പോൾ മാറുമെന്ന് പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിച്ചില്ലെങ്കിൽ ഒരു രോഗി പോലും രക്ഷപ്പെട്ടു പോകില്ല. കാരണം ജീവിതത്തിൽ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ മരിക്കുന്നത് തന്നെ പരലോകം ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്, അല്ലേ? അതുകൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? അപ്പോൾ ആ പ്രതീക്ഷകൾ ഒട്ടും കൈവിടാതിരിക്കാൻ വേണ്ടി എല്ലാ ആളുകളും, ഇപ്പോൾ എനിക്കറിയാവുന്ന 1-2 പേർക്ക് അവർക്ക് ഈ സ്ട്രോക്കൊക്കെ വന്നാലേ പാലിയേറ്റീവ് കെയർ തന്നെ പറ്റുള്ളൂ. ഹോസ്പിറ്റലിൽ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് പണച്ചെലവ് കൂടുതലാണ്. പിന്നെ നോക്കാൻ ആളുകൾ വേണം. പാലിയേറ്റീവിനെ സംബന്ധിച്ചിടത്തോളം രോഗികളും രോഗിയുടെ ബന്ധുക്കളും രോഗികളുടെ അടുത്ത ആൾക്കാരും രോഗം മാറിയവരും രോഗത്തിന് വലിയ കാഠിന്യമില്ലാത്തവരും ഒക്കെ തന്നെയാണ് അതിൻ്റെ വോളണ്ടിയർമാരായിട്ട് കൂടുതലും പ്രവർത്തിക്കുന്നത്. റൈറ്റ്? അത് തന്നെ വലിയൊരു അത്ഭുത ലോകമാണ്. ഞാൻ ഈ പാലിയേറ്റീവ് കെയറിൽ പോകുന്നത് എനിക്ക് വലിയ വിഷമമാണ്. കാരണം ഇത് നമ്മളിതിൻ്റെ പേട്ടറാണെന്നൊക്കെ പറഞ്ഞ് കഴിയാമെന്നല്ലാതെ അവിടെ പോയി നിൽക്കാനും ഇത് കണ്ടു നിൽക്കാനും ഒക്കെ ഉള്ള മാനസികാവസ്ഥയിലുള്ള ആളല്ല ഞാൻ. അതുകൊണ്ട് അധികം നേരം ഞാൻ പോകില്ല. ഈ കുട്ടികളുടെ അവസ്ഥയും ഇവർക്കൊന്നും നമ്മളെപ്പോലെ അന്നൊക്കെ അത്രത്തോളം സാമാന്യ ജനത്തിനുള്ള സാമാന്യമായ ആരോഗ്യമല്ല എന്നുള്ള അറിയുമ്പോൾ വിഷമമുണ്ടാകും. പക്ഷെ എന്നാലും അതിന് ഇറങ്ങുന്ന ആളുകൾ വളരെ വളരെ വലിയ മനസ്സുള്ളവരായിരിക്കണം. അതിൻ്റെ ഒരു ഡോക്ടർക്ക് തന്നെ ഈ അവാർഡ് കൊടുക്കുകയും എനിക്ക് പറഞ്ഞാൽ അറിയുന്ന ഒരാളാണ് എന്നറിയുന്നതിലും വളരെ സന്തോഷമുണ്ട്. കൺഗ്രാജുലേഷൻസ്. ഇതൊരു അവാർഡല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞങ്ങളുടെ ഒരു നിവേദ്യമായിട്ട് കണ്ടാൽ മതി. ഇന്ത്യൻ സാന്ത്വന ചികിത്സാ മേഖലയിലെ പാടി പുകഴ്ത്തപ്പെടാത്ത ഒരു നായിക നമ്മുടെ നാട്ടുകാരിയാണ് ഡോക്ടർ ലുലു മാത്യൂസ്. പാലിയേറ്റീവ് മേഖലയിൽ വിഷയ വിദഗ്ധരുണ്ട്, പരിശീലകരുണ്ട്, പ്രവർത്തകരുണ്ട്, സംഘാടകരുണ്ട്. ഈ 4 തുറകളിലും ഒരേ സമയം പ്രവർത്തിച്ചു ലുലു ഡോക്ടർ. ഇന്ത്യയിൽ പാലിയേറ്റീവ് പ്രവർത്തകർ പിറക്കുന്നത് ഇന്ത്യൻ പാലിയേറ്റീവ് കെയർ ഫൗണ്ടേഷൻ കോഴ്സിലൂടെയാണ്. 2012 മുതൽ 2025 വരെ ഈ ദേശീയ പരിശീലന പരിപാടിയുടെ ചെയർപേഴ്സൺ ഡോക്ടർ ലുലു ആയിരുന്നു. ഡോക്ടർമാർക്കും നഴ്സുമാർക്കുമുള്ള പാലിയേറ്റീവ് കെയർ പരിശീലന പരിപാടിയുടെ അക്കാഡമിക് കോർഡിനേറ്റർ പദവിയും വഹിച്ചു. ഇന്ത്യയിലെ പീഡിയാട്രിക് പാലിയേറ്റീവ് കെയർ മാനദണ്ഡങ്ങൾ തയ്യാറാക്കുന്നതിലും പങ്കാളിയായി. രാജ്യത്ത് പാലിയേറ്റീവ് കെയർ കോഴ്സിനായുള്ള പാഠപുസ്തകത്തിൻ്റെ എഡിറ്ററും മറ്റാരുമല്ല. 2017 മുതൽ ഈ പുസ്തകമാണ് ഇന്ത്യയിൽ പഠിപ്പിക്കുന്നത്. അതിൻ്റെ പുതിയ പതിപ്പ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം വിവിധ പാലിയേറ്റീവ് മെഡിസിൻ പാഠപുസ്തകങ്ങളിലെ പാഠഭാഗങ്ങളുടെ രചയിതാവ്, വിവിധ പാലിയേറ്റീവ് പരിശീലന പരിപാടികളിലെ ഫാക്കൽറ്റി എന്നിങ്ങനെയും ശ്രദ്ധേയ. ആയിരത്തി 1981 മുതൽ 2009 വരെ സർക്കാർ സർവീസിലായിരുന്നു. വിരമിച്ച ശേഷം ബ്രിട്ടനിലെ കാർഡിഫ് സർവകലാശാലയിൽ നിന്ന് പാലിയേറ്റീവ് മെഡിസിനിൽ ഡിപ്ലോമ നേടി. ആ അറിവ് നാടിനായി വിനിയോഗിച്ചുകൊണ്ടാണ് പാലിയേറ്റീവ് മേഖലയിൽ വിദഗ്ധമായ ഇടപെടൽ നടത്തിയത്.
ലുക്കീമിയ ബാധിച്ച കുട്ടികൾക്ക് വേണ്ട ചെലവേറിയ മരുന്നുകൾ നൽകുന്ന തൃശൂരിലെ വി കെയർ എന്ന സംരംഭത്തിന് 1998 സർവീസിൽ ഇരിക്കെ തന്നെ തുടക്കം കുറിച്ചു. അർബുദബാധിതരായ കുട്ടികളെ തുണയ്ക്കുന്ന കോഴിക്കോട്ടെ CACCCAയുടെയും സ്ഥാപക. കോഴിക്കോട്ടെ പാലിയേറ്റീവ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അക്കാഡമിക് ഡയറക്ടറുമായിരുന്നു. ഭർത്താവും പീഡിയാട്രിക് സർജറി പ്രൊഫസറുമായ ഡോക്ടർ ബോസ്കോ ജോൺ എല്ലാത്തിനും പ്രചോദനം നൽകി കൂടെ നിന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മയാണ് ഇന്നും കരുത്ത്. ഡോക്ടർ ലുലു ഇപ്പോൾ കോഴിക്കോട്ട് താമസിച്ച് രോഗബാധിതരായ കുട്ടികൾക്ക് പാലിയേറ്റീവ് തുണ നൽകുകയാണ്. മരുന്നുകൾക്കപ്പുറവും ചികിത്സയുണ്ടെന്ന്, കളിപ്പാട്ടങ്ങൾ മുതൽ വിനോദ സൗകര്യങ്ങൾ വരെ ചികിത്സയുടെ കരുക്കളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം എന്ന തിരുവചനം വിശ്വാസമാക്കിക്കൊണ്ട് ഞങ്ങൾ നമിക്കുന്നു ഇന്ത്യൻ പാലിയേറ്റീവ് മേഖലയുടെ ഈ നിശബ്ദ പ്രചോദനത്തെ. ഒരു മഹാരാജ്യത്തെ പാലിയേറ്റീവ് പരിചരണത്തിന്റെ ശാസ്ത്രവും പ്രയോഗവും കരുപ്പിടിപ്പിക്കാൻ നേതൃത്വം നൽകിയ അക്കാഡമിക് മികവിനെ. മക്കളോടും കുഞ്ഞുമക്കളോടുമൊത്ത് എല്ലാവരും വിശ്രമിക്കുന്ന പ്രായത്തിൽ രോഗബാധിതരായ കുഞ്ഞുങ്ങളെ തേടിപ്പോകുന്ന സഹാനുഭൂതിയെ. സന്നദ്ധ സേവന മേഖലയിലെ മികച്ച ഡോക്ടർക്കുള്ള കൈരളി പുരസ്കാരം ഡോക്ടർ ലുലു മാത്യുവിന്. Guests on the dais, especially ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പോയി പ്രത്യേകിച്ച് പത്മഭൂഷൺ ശ്രീ മമ്മൂട്ടി. എൻ്റെ സിബ്ലിങ്സൊക്കെ ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനിലെ എൻ്റെ സ്റ്റാഫും ഫ്രണ്ട്സും ഉണ്ട്. അവരൊക്കെ എന്നെ കളിയാക്കാറുണ്ട്, ഈ വയസ്സുകാലത്ത് ഇങ്ങനെ ഫാൻ ആകണമെന്ന് ചോദിച്ച്. പക്ഷേ ഞാൻ ജനിച്ചത് ഇങ്ങനെ നരച്ച മുടിയായിട്ടൊന്നും അല്ല. കാണാമറയത്തൊക്കെ കണ്ടാണ് ഫാനായത്. റോയിച്ചൻ, കാണാമറയത്തിലെ റോയിച്ചനൊക്കെ കണ്ട് ഫാനായി. ഇപ്പോഴും അതങ്ങ് കണ്ടിന്യൂ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ 98 ഞാൻ ഇതിൻ്റെ ഒരു സീഡ് തുടങ്ങിയത്. കുട്ടികൾക്ക് മരുന്നല്ലാണ്ട് വേറെ പലതും വേണമെന്ന് തോന്നി. അതുകൊണ്ട് മരുന്നിനുപരിയായിട്ട് ടോയ്സ്, ഗെയിംസ്, അവരെ പാർക്കിൽ കൊണ്ടുപോകും, പിക്നിക് അങ്ങനെയൊക്കെ തുടങ്ങി. അന്ന് ഞാൻ തൃശ്ശൂരായിരുന്നു. വി കെയർ എന്ന് പേരിട്ട് ഒരു പ്രോഗ്രാം. 2002 ഞാൻ കോഴിക്കോട് വന്നു. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനിലെ ഡോക്ടർ സുരേഷ് കുമാർ, അത് ശ്രീ മമ്മൂട്ടിയുടെ വലിയ ഫ്രണ്ടാണ്, സുരേഷ് കുമാറും കൂടെ കൂടിയിട്ട് C4CCCI, അതായത് കെയറിങ് ഫോർ ചൈൽഡ്ഹുഡ് ക്യാൻസർ ആൻഡ് ക്രോണിക് ഇൽനെസ്, അതിൻ്റെ ഉദ്ഘാടനം ഞങ്ങളുടെ ഒരു ലുക്കീമിയ സർവൈവർ നന്ദു ആയിരുന്നു. പക്ഷെ അന്നേ ദിവസം ശ്രീ മമ്മൂട്ടി അവിടെ പരുന്ത് സിനിമയുടെ ഷൂട്ടിങ്ങിന് കോഴിക്കോട്ടുണ്ടായിരുന്നു. അബ്ദുൾ റസാഖ് റൈറ്ററും ഉണ്ടായിരുന്നു. നോ ഹീസ് നോ മോർ. അന്ന് മമ്മൂട്ടിയും ആ പ്രോഗ്രാമിനെ അറ്റൻഡ് ചെയ്തായിരുന്നു. കുട്ടികളുടെ കൂടെ ഫോട്ടോയൊക്കെ എടുത്തു, അത് ആ വീഡിയോയിൽ കാണിക്കുകയും ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഏറ്റവും സന്തോഷം, കൈരളി ആണ് ദൃശ്യമാധ്യമങ്ങളിൽ ആദ്യമായിട്ട് പീഡിയാട്രിക് പാലിയേറ്റീവ് കെയർ എന്നൊരു ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടെന്ന് കാണിച്ചു തന്നിരിക്കുന്നത്. ഇതുവരെ എല്ലാവരും പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ പീഡിയാട്രിക് പാലിയേറ്റീവ് കെയർ എന്നൊരു ഉണ്ടെന്നുള്ളത് ആദ്യമായിട്ട് കാണിച്ചു തന്നിരിക്കുന്നത് കൈരളി TV ആണ്. ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ അങ്ങനെ പീഡിയാട്രിക് പാലിയേറ്റീവ് കെയറിന് ഒരു ആയിട്ട് അംഗീകരിച്ച അതേ വർഷം തന്നെ ശ്രീ മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡും കിട്ടി, പത്മഭൂഷണും കിട്ടി. സോ അഗെയിൻ എ കോയിൻസിഡൻസ്. അപ്പോൾ ഇനിയും വരാൻ പോണു. കളങ്കാവലുണ്ട്, പദയാത്രയുണ്ട്. പദയാത്രയിൽ ഡോക്ടറാണ്. ഞങ്ങൾ കട്ടയ്ക്ക് കാത്തിരിക്കുവാണ് ആ സിനിമ കാണാൻ വേണ്ടി. അപ്പോൾ ശ്രീ മുരളീധരൻ സാറ് പോയി മുരളീധരൻ സാറിനോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പ്രധാനപ്പെട്ട എല്ലാ മെഡിക്കൽ കോളേജസിലും ഒരു പീഡിയാട്രിക് പാലിയേറ്റീവ് കെയർ OP നടത്തണം. പക്ഷേ ദൂരെ നിന്നൊക്കെ ആൾക്കാർക്ക് അവിടെ റെഫർ ചെയ്ത് വരാമായിരുന്നു. സാറങ്ങ് പോയി. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഇന്ന് വന്ന എല്ലാവർക്കും
നന്ദി. എൻ്റെ സിബ്ലിങ്സ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് പാലിയേറ്റീവ് കെയറിൽ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവർക്കും നന്ദി. അതിലുപരി ഇവിടെ വരാത്ത ഒരാൾ എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ ബോസ്കോ ജോൺ. 6 വർഷമായി പുള്ളി പോയിട്ട്. പക്ഷെ ഞാൻ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് മേഖലയിലോട്ട് പോവാതെ പാലിയേറ്റീവ് കെയറിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാ എൻകറേജ്മെൻറ്റും എല്ലാ സപ്പോർട്ടും തന്ന് എൻ്റെ കൂടെ നിന്ന വ്യക്തിയാണ്. ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടാവും. ഏട്ടനായിരിക്കണം മിക്കവാറും ജൂറിയോട് ഈ പീഡിയാട്രിക് പാലിയേറ്റീവ് കെയറെന്നും ഒരു ലുലു എന്നും പറഞ്ഞൊരു വ്യക്തി ഉണ്ടെന്നും ഓതിക്കൊടുത്തത് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ദൈവത്തിന് എല്ലാ നന്ദിയും. കൈരളി ടി വിക്ക് ഒത്തിരി നന്ദി. ഇങ്ങനൊരു പീഡിയാട്രിക് പാലിയേറ്റീവ് കെയർ എന്നൊരു കാര്യം പ്രൊജക്റ്റ് ചെയ്തതിന്, ആദ്യമായിട്ടാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും നന്ദി. പിന്നെ അവസാനമായിട്ട് പീഡിയാട്രിക് പാലിയേറ്റീവ് കെയർ എന്ന മനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.